പാലക്കാട് ചൂടെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. കണ്ടോ, നിന്നുരുകയാണ്, വേർത്ത് കുളിക്കുകയാണ്. മറ്റ് മാർഗമൊന്നുമില്ല. അല്ലെങ്കിൽ ഒന്നെങ്കിൽ പുറത്തിറങ്ങാതിരിക്കുക, പുറത്തിറങ്ങിയാൽ വേർത്ത് കുളിക്കുക. ഇത് മാത്രമേ ഒരു രക്ഷയുള്ളൂ. 41 ഡിഗ്രിയിലധികം താപനില കഴിഞ്ഞ ദിവസമൊക്കെ ഉയർന്നു. അപ്പോൾ പാലക്കാട്ടെ ചൂട് എന്ന് പറയുന്നത് പണ്ട് മുതൽ തന്നെ നമുക്കറിയാം. നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചൂട് കാറ്റിങ്ങനെ അടിക്കും. ആ കാറ്റിലാണ് നമ്മൾ തളർന്നു പോകുന്നത്. നമ്മൾ ഒരു ദിവസമൊക്കെ ജോലി ചെയ്ത് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലെത്തുമ്പോഴേക്കും വല്ലാതെ ക്ഷീണിക്കും. നമുക്ക് ആശ്വാസം എന്ന് പറയുന്നത് ഈ മൈതാനത്തുള്ള ഇങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. ഇത് വലിയ ആശ്വാസമാണ്. ഇവിടെ കുറേ ആംബുലൻസ് ഓടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഒരു ഭൂരിപക്ഷം സമയവും ഈ ഒരു മൈതാനത്തും ഇവിടെയൊക്കെ തന്നെയായിരിക്കും. ചേട്ടാ, ചൂട് എങ്ങനെയാണ്, സഹിക്കാൻ പറ്റുന്നുണ്ടോ? തീരെ പറ്റുന്നില്ല. ഇപ്പോൾ എന്താ പറയുക, എവിടെയും മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ചൂട് അത്ര ചൂടാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചൂട് അനുഭവിച്ചിട്ടില്ല. അതെ, ഇനിയുണ്ടൊരു മാസം കൂടുതൽ. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇത്ര ചൂട് അനുഭവിക്കുന്നത്. എങ്കിൽ പാലക്കാട് നമുക്ക് ചൂടൊന്നും അത്ര വിഷയമില്ല. കാരണം പാലക്കാട്ടുകാർക്ക് ചൂടത്തൊരു ചുടുക്കനെ ചായ കുടിക്കുന്ന പറയാം അല്ലേ? അതെ അതെ. ഇപ്പോൾ എന്താ പറയുക, ഈ ചൂട് ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ, എങ്ങനെയാണ്, വണ്ടിയിലൊക്കെ ഇരിക്കാൻ പറ്റാറുണ്ടോ? വണ്ടി എവിടെ ഇരിക്കാം, വണ്ടീൻ്റെ സീറ്റോ അതൊക്കെ പഴുത്തിട്ടല്ലേ ഇരിക്കണത്. അത്രയും മോശമായിട്ടുള്ള പോലെ കാലാവസ്ഥയല്ലേ ഇപ്പോൾ. കാരണം നമുക്ക് സാധാരണ ഇപ്പോൾ ചെറുപ്പത്തിലുള്ള ചൂടൊക്കെ നമ്മൾ ഒരുപാട് താങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചൂട് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നിങ്ങളെങ്ങനെയാണ് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ എ സി ഒന്നും ഇടാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? ഇവിടെ ഭയങ്കര ചൂടാണ്. എല്ലാം നമ്മൾ ഈ ചൂട് കൂടുമ്പോൾ എല്ലാവരും മൈതാനത്ത് വന്ന് ഇരിക്കാന്നാ പറയുക. ഇപ്പൊ മൈതാനത്തിറക്കം നിൽക്കാൻ വഴിയില്ലാതെ നിൽക്കുക. അപ്പോൾ ഇത്ര മരങ്ങളുണ്ടായിട്ട് പോലും രക്ഷയില്ല. പാലക്കാട്ടൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്ര മരങ്ങളുണ്ടായിട്ട് വരാൻ അതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ തന്നെ വേർത്ത് കുളിക്കുകയാണ്. അപ്പോൾ അത്രയധികം വലിയ ചൂട് അനുഭവപ്പെടുന്നു. ദിനം പ്രതി ചൂട് വർദ്ധിച്ചു വരുന്നു. ഇനിയുണ്ട് ഒരു മാസത്തിലധികം സമയം, 1.5 മാസത്തോളം ഉണ്ട്. അപ്പോൾ അതെങ്ങനെ തള്ളി നീക്കും എന്നുള്ളൊക്കെ ആശങ്ക എല്ലാവരുടെ ഉള്ളിലുണ്ട്. പുറത്തിറങ്ങുന്ന എല്ലാവരുടെ ഉള്ളിലുണ്ട്.